കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുവാതിരത്തിലേക്ക് അടുത്ത് വന്ന് തിരുവചനം കേൾക്കുവാനും പഠിക്കുവാനും അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, രോഗികളും ബലഹീനരുമായിട്ട് നിന്ന് ക്ലാസ്സിൽ സംബന്ധിപ്പാൻ കഴിയാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരികളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം അവരുടെ മേൽ വെച്ച് ശരീരത്തിൻ്റെ ക്ഷീണങ്ങളെയും ബലഹീനങ്ങളെയും മാറ്റി കർത്താവ് സൗഖ്യം കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ വലിയവനെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ അറിയേണ്ടതിന്, നിൻ്റെ നാമം പരിശുദ്ധമെന്നൊരിക്കൽ കൂടെ അറിയേണ്ടതിന്, നീ ബലമുള്ളൊരു ഗോപുരമെന്ന് ഞങ്ങൾ അറിയേണ്ടതിന്, നീ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് ഒരിക്കൽ കൂടെ അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിനെ അനുഗ്രഹിക്കും, നന്മകളാൽ നിറയ്ക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അങ്ങനെ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരികയാണ്. നമ്മളിപ്പോൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നീതീകരിക്കപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ. 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അവന് ദൈവത്തോട് സമാധാനമാണ്. എങ്ങനെയാണ് ദൈവത്തോട് സമാധാനം കിട്ടിയവന്? നാം നീതീകരിക്കപ്പെട്ടത് മൂലവും ആ ഭാഗത്ത് തന്നെ വേറെ നിരപ്പാക്കപ്പെട്ടത് മൂലവും. മനസ്സിലായോ? ആ ഒരു പദം കൂടെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? നിരപ്പ് പ്രാപിച്ചു. ഉണ്ടായിരുന്ന വിഷയങ്ങൾ പറഞ്ഞു തീർത്ത് കാര്യങ്ങൾ എന്ത് ചെയ്തു? ക്രമീകരണം പ്രാപിച്ചു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തത്? സമാധാനം കിട്ടിയത്. എങ്ങനെ? നീതീകരണം മൂലവും നിരപ്പാക്കപ്പെട്ടത് മൂലവും. ആ നിരപ്പാക്കാനായിട്ട് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. അതാരാ കൊടുത്തേ? യേശുക്രിസ്തു. അപ്പം ന്യായമായിട്ടൊരു ചോദ്യം ഇവിടെ വരും. ഈ സാധാരണ എല്ലാവരും പറയുന്നൊരു ചോദ്യമാണ്, ഇത് ആർക്കായി വില കൊടുത്തതെന്ന്? ശാസനം കൊടുത്തോ, ദൈവത്തിന് കൊടുത്തോ? ഈ വില കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു 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 ശൈലിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളൊരു സ്ഥാനത്ത് എത്തിച്ചേർന്നെന്ന് വിചാരിക്കുക. വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാനൊരു വില കെട്ടിയിട്ടാണ് ഇവിടെ എത്തിയെന്ന് പറയും, അല്ലേ? ആർക്ക് കിട്ടി? ആ സ്ഥാനത്തേക്ക് നാം എത്തിച്ചേരാൻ നാം അനുഭവിച്ച കഷ്ടതകളുടെയും പ്രയാസത്തിനും കൂടെ പറയുന്ന ഒരു പദമാണ് ഞാനൊരു വലിയ വില കെട്ടിയിട്ടാണ് ഇവിടെ എത്തിയെന്ന് പറയുന്നത്. അല്ലാണ്ട് ആർക്കും കാശ് കൊടുത്ത് എത്തിയതൊന്നുമല്ല. അതൊരു ഫ്രേസോളജിയാണ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത്? ഒരു വലിയ വില കെട്ടിയിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ഒത്തിരി ആ ഒരു വില കെട്ടി എന്ന് പറയുന്നത് ആർക്കും കൊണ്ട് കാശ് കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല. ദ പെയിൻ ആൻഡ് ദ സഫറിങ് ദാറ്റ് ജീസസ് ഹാഡ് ടു റിഡീം us, നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവ് സഹിച്ച ആ കഷ്ടതയും ആ ത്യാഗവും, അതിനെയാണ് വില എന്ന് പറയുന്നത്. അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിച്ചതൊന്നല്ല കേട്ടോ. അത് പ്രത്യേകം ഓർത്തോളൂ നിങ്ങൾ. ആർക്കും കൊടുത്തതുമല്ല. താൻ സഹിച്ച ആ കഷ്ടതയാണ് നാം വില എന്ന് പറയുന്നത്. അല്ലാതെ കാശ് കൊടുത്തതോ ഒന്നും അല്ല കേട്ടോ. അതെപ്പോഴും നിങ്ങൾ ഓർത്തോളോ. ഇപ്പം കാശൊന്നും കൊടുത്തതല്ല ഇത്. ദൈവത്തിനും കൊടുത്തതല്ല. ദൈവത്തിന് കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തോ എനിക്ക് തന്നെ കാശ് തന്ന എൻ്റെ വസ്തു വാങ്ങിച്ചു എന്ന് പറയുന്നതല്ലേ ഉള്ളൂ, അല്ലേ? എൻ്റെ പേര് കിടന്ന വസ്തു ഞാൻ തന്നെ കാശ് കൊടുത്ത് ഞാൻ തന്നെ വാങ്ങിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. The pain and the suffering, എന്നെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, എന്നെ നിരപ്പിക്കുവാൻ, എന്നെ നീതീകരിക്കുവാൻ സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് മനുഷ്യനായി ഭൂമി അവതരിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. ദാറ്റ്സ് എ ബിഗ് തിങ്. അതൊരു വലിയ കാര്യമാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുകയെന്ന് വിചാരിക്കാതെ സകല ദൈവിക മഹിമകളെയും വെടിഞ്ഞേച്ച് താൻ മനുഷ്യനായിട്ട്, അതും ഏറ്റവും ഹീനമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. ടു ബി ബോൺ ഇൻ ദ മേഞ്ചർ മീൻസ് ഒരു പുൽത്തൊട്ടിയിലേക്ക് ജനിച്ചു വീഴപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാ എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങോട്ട് താഴണമെങ്കിൽ എന്തിനാ. ഞാൻ ഒരിക്കൽ പറഞ്ഞത് എൻ്റെ ഒരു ദിവസം ഞാൻ ക്രിസ്മസ് സമയത്ത് ഞാൻ പ്രസംഗിച്ചൊരു പ്രസംഗം, വൈ മേഞ്ചർ? എന്തുകൊണ്ടാണ് ഒരു പുൽത്തൊഴുത്ത് തിരഞ്ഞെടുത്തതെന്ന്.
ആർക്കെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? ടു ബി ആക്സസിബിൾ ടു ഓൾ. അല്ലെങ്കിൽ ഇടയന്മാർക്ക് അവിടെ അങ്ങോട്ട് പ്രവേശനം പോലും കിട്ടത്തില്ല. കൊട്ടാരത്തിലെങ്ങാനാണ് വിദ്വാൻമാരെ വേണമെങ്കിൽ കയറ്റി തന്നിരിക്കും, പക്ഷെ ആരെ കയറ്റത്തില്ല? ഇടയന്മാരെ കയറ്റത്തില്ല. കാരണം ഇടയന്മാരെന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ. ഇടയൻ്റെ കൂടെ ജീവിക്കുന്നതിനെ അറിയാം. എങ്ങനെ അറിയാം? ഇടയനൊരു മണം ഉണ്ടായിരിക്കും, ആടിൻ്റെ മണം ഉണ്ടായിരിക്കും. അത് അത്ര ആർക്കും സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇടയന്മാർക്ക് എത്ര പേർക്ക് ആടിൻ്റെ മണം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താ കാരണം? നമ്മുടെ പല ഇടയന്മാരെയും ആടിൻ്റെ മണം ഇല്ലാത്തതിൻ്റെ കാര്യം തന്നെ നമ്മൾ അവരുടെ കൂടെ അല്ലല്ലോ. നമ്മളവരുടെ കൂടെ അല്ല. എന്നാൽ കർത്താവിനെ നോക്കിക്കേ, ഇവൻ ചുങ്കക്കാരുടെ കൂടെ, വേശ്യകളോടും പാപികളോടും കൂടെ എന്ത് ചെയ്യുക? തിന്നി കുടിച്ച് നടക്കുന്നത്. ഹി സ്മെൽസ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ഒരു ഇടയന്മാർക്കും ആ മണമില്ല. കാരണം എന്നാ? നമ്മുടെ ഇടയന്മാരെ കാണാൻ കിട്ടിയിട്ട് വേണ്ടേ? അവർക്ക് ആടുകളെ കുറിച്ചൊന്നും ഒരു വിചാരം പോലും ഇല്ല. അതുകൊണ്ടാണ് എ ട്രൂ ഷെപ്പേർഡ് വിൽ സ്മെൽ ലൈക്ക് എ ഷീപ്പ്. ഇടയ്ക്കൊന്ന് മണത്ത് നോക്കണം കേട്ടോ. ഇനി എന്നെ ആടിൻ്റെ മണം, ഞാൻ പറയുന്ന ആട് ഈ മറ്റേ ആടല്ല. ഞാൻ ആടുകളിൽ നിന്ന് അകന്നോ? ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണോ ആടുകളുമായിട്ട്? ഓർ ആം ഐ ആക്സസിബിൾ ടു മൈ ഷീപ്പ്? അതോ എൻ്റെ ആടുകൾക്ക് എന്നെ ഏത് സമയവും ബന്ധപ്പെടാനും ഏത് സമയവും ഞാനുമായിട്ട് ഇടപെടാനായിട്ടൊരു അവസരം ഞാൻ കൊടുക്കുന്നുണ്ടോ? വൈ മീൻസ് എന്തിനാ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ പുൽത്തൊട്ടിയിൽ കിടക്കാൻ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിബഡി, ആർക്കും അവനെ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒന്നൊന്ന് വിചാരിച്ചു നോക്ക്. അതിനാ കൊട്ടാരത്തിൽ പാർക്കാൻ വയ്യാഞ്ഞിട്ടാണോ അവന്? ഇഷ്ടം പോലെ. പക്ഷേ ഇടയന്മാർക്കോട്ട് അങ്ങോട്ട് ആക്സസിബിലിറ്റി ഉണ്ടാവില്ലായിരിക്കും ഒരിക്കലും. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് ഒരു പ്രവചന ഭാഗത്ത് പറയുന്നുണ്ട്, ദരിദ്രന്മാരോട് സുവിശേഷം പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ എന്തിരിക്കുന്നു? അഭിഷേകം. ബിക്കോസ് ദേ ആർ ദ വൺ ഹു റെസ്പോണ്ട്സ്. തൻ്റെ ജന്മം കൊണ്ട് തന്നെ അതങ്ങനെ തന്നെ എന്ത് ചെയ്തു? കർത്താവ് അത് പ്രൂവ് ചെയ്തു. അതിൽ കൂടുതൽ ഒരു ആൾക്ക് താഴാൻ പറ്റത്തില്ല. അത് ആരാന്നും കൂടെ ഓർക്കണം കേട്ടോ. ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതുമല്ല. അവനാണ് came down. ഇംഗ്ലീഷിൽ he came from heaven to earth to show the way. He came from heaven to earth. സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ അവിടെ ഇങ്ങനത്തെ ഒരു ഹീനവേഷം എടുക്കാനായിട്ട്, മലയാളത്തിൽ പാട്ടുണ്ട്, ഹീന മനുജനനം എടുത്ത യേശു രാജാ നിൻ സമീപേ നിൽക്കൂ. എ ബിഗ് പ്രൈസ്. എന്നെയും നിന്നെയും വീണ്ടെടുക്കാനായിട്ട് കർത്താവിന് കൊടുക്കേണ്ടി വന്ന ഒരു വലിയ വില. കൊടുക്കണ്ട എന്നുള്ളതിനേക്കാൾ, കൊടുക്കേണ്ടി വന്നു എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നല്ല പദം ഉപയോഗിക്കാം, സഹിക്കേണ്ടി വന്ന, അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നതല്ലായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ സഭയ്ക്കോട് പ്രത്യേകം പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴെങ്കിലും ഞാൻ വലിയ ആളാവാൻ തോന്നി ഇടയ്ക്കൊന്ന് കർത്താവിനെ ഒന്ന് നോക്കിക്കോണം. ഫ്രം ബർത്ത് ടു ഡെത്ത്, തൻ്റെ ജനനം തൊട്ട് ഇനി മരണമോ, അധർമ്മികളോടുകൂടെ അവനെ എണ്ണി എന്നാ പറയുന്നത്. ആസ് എ വിക്കഡ് മാൻ, ഒരു കൊലപാതകനെ പോലെ അവനെ എന്ത് ചെയ്തെന്നറിയാമോ? അവനെ ക്രൂശിച്ച് അടിച്ച്, ഒരു പ്രവാചകന്റെ ഭാഷ ഞാൻ കടമെടുക്കാം, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമൊന്നും കണ്ട മനുഷ്യനാൽ പോലും തോന്നാത്ത വിധത്തിൽ അവൻ അത്രയും തകർക്കപ്പെട്ടു. ദ പ്രൈസ് ഹി പേയ്സ് നമ്മെ നിരപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മെ നിരപ്പിക്കാൻ വേണ്ടി, നമ്മെ നീതീകരിക്കാൻ വേണ്ടിയിട്ട്.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കൊക്കെ ആ പാട്ടൊക്കെ ഒന്ന് പാടുന്നതേ ഏറ്റവും നല്ലതായിരിക്കും. എന്നും ഞാനും എൻ്റെ കുടുംബവും സന്തോഷിക്കുന്നുള്ള പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലേ. എൻ്റെ കളപ്പുറ ധാന്യം കൊണ്ട് നിലയും എൻ്റെ ചക്കുകൾ എൻ്റെ ഇതിനകത്ത് എണ്ണയില്ലാണ്ട് അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇടയ്ക്ക് ഇതുകൂടെ ഒന്ന് പാടുന്നത് നല്ലതാണ്. ഏതാ? കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു മുൾമുടി ചൂടിതൻ പൊൻസിരസതിന്മേൽ നിന്നയും ദുഷിയും പീഡയും സഹിച്ചു ദിവ്യമാം രുധിരം ചൊരിഞ്ഞു നിനക്കായി ആ പാടുകൾ നിന്റെ രക്ഷയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാടുന്നത് നല്ലതായിരിക്കും. ഈ തിരുവത്താഴത്തിന് എന്നും അപ്പമൊന്നും എടുത്തവരൊന്നും അല്ലാതെ ഇങ്ങനെയൊക്കെ ചില പാട്ടുകളും കൂടെ പാടുന്നത് നല്ലതായിരിക്കും കേട്ടോ. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസ്സതും ചാഞ്ഞു വരാൻ കണ്ടിടുക പ്രിയനെ നിനക്കായി. സമൃദ്ധിയായ ജീവജലം തരുവാൻ പാനീയയാഗമായി തീർന്നവനെ കയ്പുനീർ ദാഹത്തിനെ കിടവേ നിനക്കായി അവൻ ആയതും പാനം ചെയ്തു. ഇടയ്ക്ക് ആ ക്രൂശിനൊക്കെ ഒന്ന് ഓർത്താൽ നമ്മളേതോ എവിടെങ്കിലും വല്ല കൊമ്പ് മുളയ്ക്കുന്നെങ്കിൽ അന്നേരം അതങ്ങ് എന്ത് ചെയ്തോളൂ, കൊഴിഞ്ഞ് പോക്കോളും. എന്തെങ്കിലും വല്ല അഹങ്കാരത്തിൻ്റെയോ നികളത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ആരോ ഒക്കെ ആണെന്നുള്ളതിൻ്റെയൊക്കെ വല്ലതൊക്കെ മുളയ്ക്കുന്നെങ്കിലേ ഇടയ്ക്ക് കുറച്ച് നേരം ആ ക്രൂസിനെ ഒന്ന് നോക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? എനിക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് എന്ത് ചെയ്തെന്നറിയാമോ? നീതീകരണം ലഭിച്ചു, ഞാൻ നിരപ്പിക്കപ്പെട്ടു, എനിക്ക് സമാധാനം ദൈവത്തോടു കൂടെ ഉണ്ട്. 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, ആ നീതീകരിക്കപ്പെട്ട് എനിക്ക് പാപത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. കാരണം എൻ്റെ അവയവങ്ങൾ നീതിയുടെ അവയവങ്ങളായി ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പാപസംബന്ധമായി ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവനിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുക. 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ എന്നെ പാപത്തിന് അധീനപ്പെടുത്തിയിരുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ഇപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. കാരണം ഇപ്പോൾ ഞാൻ ന്യായപ്രമാണത്തിനല്ല അധീനനായിരിക്കുന്നത്. ന്യായപ്രമാണത്തിലുള്ളത് മുഴുവൻ നിവർത്തിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ നീതീകരണം മൂലവും എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? സ്വാതന്ത്ര്യം ലഭിച്ചു, എനിക്കതിന് അധികാരം ലഭിച്ചു. എനിക്കുള്ള ഐ ക്യാൻ ഡു ഇറ്റ്. ഇപ്പോൾ മോശയുടെ 10 പ്രമാണവും പ്രമാണിക്കാൻ എനിക്ക് ന്യായപ്രമാണം എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം എന്നാ? ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ മനുഷ്യനായി. ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പഴയ ആളല്ല. അവിടെ പറഞ്ഞൊരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. ഇറ്റ്സ് എ ന്യൂ ക്രിയേഷൻ. ഇപ്പം എന്നെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ദൈവമായ കർത്താവ് പിന്നെ അത് കഴിഞ്ഞിട്ടേ വേറെ പരിപാടിയുള്ളൂ. ഇപ്പോൾ ദൈവത്തിൻ്റെ നാമം ഒരിക്കലും എടുക്കുക. അവൻ്റെ നാമം എന്നാൽ മഹിമപ്പെടുക എന്നുള്ളതല്ലാതെ ഒരിക്കലും അവൻ്റെ നാമം ഞാൻ മൂലം ദുഷിക്കപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. അവിടുന്നല്ലാതെ എനിക്ക് വേറൊരു ദൈവം എൻ്റെ ജീവിതത്തിൽ ഇല്ലേ. ന്യായപ്രമാണത്തിൽ എന്തൊക്കെ പറഞ്ഞേക്കുന്നോ അത് മുഴുവൻ എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈസി ആയിട്ട് എനിക്ക് നിവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് എ ബേർഡൻ. ഇപ്പം എനിക്കതിനെന്തല്ല, എനിക്കതൊരു ഭാരമല്ല. ഇറ്റ്സ് ഇൻ മീ. വേറെ ഭാഷ പറഞ്ഞാൽ ഹൃദയമെന്ന മാംസപ്പലകയിൽ എനിക്കത് എന്ത് ചെയ്തിരിക്കുക? എഴുതപ്പെട്ടിരിക്കുക. ഐ ഒബേ എവരിതിങ്. ക്രിസ്തു യേശു മൂലം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നത് അറിയാമോ? ലഭിച്ച സ്വാതന്ത്ര്യം. ഒരു കാലത്ത് ഞാൻ പാപത്തിന് ദാസനായിരുന്നു. എനിക്ക് നന്മ ചെയ്യാൻ അറിയാമെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നില്ല. എൻ്റെ ശരീരത്തിൽ വഹിച്ചിരുന്നതായ അല്ലെങ്കിൽ ഭരിച്ചിരുന്ന ഒരു പാപപ്രമാണം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ അവയവങ്ങളെ ഭരിക്കുന്നതൊക്കെ നീതിയുടെ പ്രമാണങ്ങളാണ്. അത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അങ്ങനെ ജീവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വാണിംഗ് തന്നുകൊണ്ടിരിക്കും. അതിലെ പോണ്ട, അങ്ങനെ പോലെ, അത് ചെയ്യല്ലേ. ഇന്നലത്തെ ആരാധന ദൈവാത്മാവ് പറഞ്ഞല്ലോ, ട്രാപ്സ് ആർ ദർ. കണികളുണ്ട് നിന്റെ മുമ്പിൽ, നീ സൂക്ഷിച്ച് കിടന്നോളോ. അതാ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ആ വാക്യം അത്ര അങ്ങോട്ടൊരു ക്ലിയർ അല്ല. വേറെ ഏതെങ്കിലും ഭാഷാന്തരം ഉണ്ടോ നിങ്ങളുടെ?
അത് വായിക്കുന്നവർ നന്നായിരിക്കും. അതിനകത്ത് നിങ്ങളുടെ എല്ലാം ബൈബിളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചത്. Therefore no condemnation for those who are in Christ Jesus. പിന്നെ വേറൊരു ഭാഷാന്തരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്ന് പറയുമ്പോൾ അത്രയും വ്യക്തം. പക്ഷെ ക്രിസ്തുയേശുവുമായിട്ട് ഏകീഭവിച്ച് ഒന്നായി ജീവിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. വേറൊരു ഭാഗത്ത് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് യേശു ക്രിസ്തുവുമായി ഏകീഭവിച്ച്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവുമായി ഏകീഭവിച്ച് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു ശിക്ഷാവധിയില്ലെന്ന വേറൊരു ഭാഷാന്തരത്തില്. എങ്ങനെ? ആത്മാവിനെ അനുസരിച്ച്. കാരണം ഇപ്പൊ നീ എവിടാ? യു ആർ ഇൻ ക്രൈസ്റ്റ്. ഇത് ഞാനാ. ഇപ്പൊ ഞാൻ എവിടാ ജീവിക്കുന്നേ? ഐ ആം ഇൻ ക്രൈസ്റ്റ് ആണ്. ഞാൻ ക്രിസ്തുവിലാ. അപ്പൊ ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ഐ ആം കൺട്രോൾഡ് and guided by Holy Spirit. ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നത് കൊണ്ട് I am controlled by Holy Spirit, or controlled by Christ, or controlled by the Spirit of Christ, and I am guided by. എന്നെ നിയന്ത്രിക്കുന്നതും എന്നെ നടത്തുന്നതും ആരാ? പരിശുദ്ധാത്മാവ. അത് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. GPS അല്ലേ? നിയന്ത്രിക്കുന്നത് ഞാനാ, ഗൈഡ് ചെയ്യുന്ന ആരാ? GPS. GPS നമുക്ക് മനസ്സിലായോ? ഈ വണ്ടിയിലൊരു സാധനമുണ്ട് ഇപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ അല്ലേ? ഇടത്തോട്ട് തിരിയെ, അങ്ങോട്ട് തിരിയെ, വലത്തോട്ട് തിരിയെ, 30 മീറ്റർ കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിയണം. ഗൈഡഡ് ബൈ ബട്ട് കൺട്രോൾഡ് ബൈ. വണ്ടി ഓടിക്കുന്ന ആരാ? ഞാനാ. പക്ഷെ ഗൈഡ് ചെയ്യുന്ന ആരാ? GPS ആൻറ്റിയാ. സ്ത്രീ ശബ്ദമാണ് എപ്പോഴും അതിനകത്തുള്ളത്. വളരെ അപൂർവമായിട്ട് പുരുഷ ശബ്ദം ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് സ്ത്രീ ശബ്ദം വെച്ചേക്കുന്നതെന്ന് അറിയാമോ? സ്ത്രീ ശബ്ദത്തിന് അട്രാക്ഷൻ കൂടുതലാണ്. അതെ, സ്ത്രീ ശബ്ദത്തിന് വശീകരണ ശക്തി ഉണ്ട്. കുറച്ചുകൂടെ ആളുകൾ അതാണ്. അതുകൊണ്ട് ആ കൊച്ചമ്മേനെ ഏൽപ്പിച്ചേക്കുന്ന ആ കാര്യം മുഴുവൻ. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് സ്ത്രീ ശബ്ദം കൊടുത്തേക്കുന്നത്. സ്ത്രീ ശബ്ദമാണെങ്കിൽ ഒരു സ്ത്രീയും കേൾക്കും, പുരുഷനും കേൾക്കും. അതുവരെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ. സോ വെൻ ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോഴ് ക്രിസ്തുവിലായി. എപ്പോഴാ? ത്രൂ ബാപ്റ്റിസം, സ്നാനത്താൽ ഞാൻ ക്രിസ്തുവിൽ ആയിത്തീർന്നപ്പോഴേ ഇനിയിപ്പോൾ എന്നാ? ഐ ആം കൺട്രോൾഡ് ആൻഡ് ഗൈഡഡ് ബൈ ഹോളി സ്പിരിറ്റ്. എന്നെ നയിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആത്മാവ് പറയും. അതല്ല, ഇന്നലത്തെ ആരാധന ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ടൊരു സൂചന തന്നായിരുന്നു, വാണിംഗ് തന്നായിരുന്നു. ഫസ്റ്റ് സർവീസിൽ വളരെ ട്രാപ്പ്, നിന്റെ മുമ്പിൽ വലിയ ട്രാപ്പ് ഉണ്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞായിരുന്നു. ആരോടൊക്കെയുള്ള ദൈവത്തിൻ്റെ പേഴ്സണൽ ദൂതായിരുന്നു. സമൂഹത്തിൽ അവർ ഇടപെടുന്ന ചില കാര്യങ്ങളുടെ വലിയ ട്രാപ്പാണ് ദൈവാത്മാവ് അവർ മുൻപ് കണ്ടത്. എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നതാ? മുന്നറിയിപ്പ്. അതുകൊണ്ട് ബി കെയർഫുൾ, ബിവെയർ, ബി കെയർഫുൾ. ഹായ് പറഞ്ഞ് പോരേണ്ടടുത്ത് ഹായ് മാത്രം അങ്ങ് പറഞ്ഞേച്ച് പോരെ. ഹായ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെടുക്കുകയെന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഹായ് മാത്രം പറഞ്ഞേച്ചാൽ മതി. എൻ്റെ ഭാഷ പറഞ്ഞ ഹായ് പറഞ്ഞ കൂട്ടത്തിൽ ബായും കൂടെ പറഞ്ഞില്ല. അപ്പം പിന്നെ പ്രശ്നം തീർന്നു.
അപ്പോൾ പിന്നെ തീർന്നു. ഇത്തിരി തിരക്കില്ല ഉണ്ട്. ബായ് 2 പ്രാവശ്യം ഹായ്ക്കെല്ലാം ബായ് പറയുമ്പോൾ ഒരുമാതിരി നാണമുള്ളതെല്ലാം പുറകോട്ട് പൊക്കോളും. കൺട്രോൾസ് ബിക്കോസ് ഐ ആം ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ശിക്ഷാവധിയെക്കുറിച്ച് എനിക്ക് പേടിയില്ല. ഇല്ല, എനിക്ക് ഐ എം നോട്ട് അഫ്രൈഡ്. എനിക്ക് പേടിയില്ലെന്ന്. ഇത് ഓരോ പ്രാവശ്യം തിരുവത്താഴത്തിന് മുമ്പ് 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി ശുദ്ധീകരണം കഴിഞ്ഞെങ്കിലേ ജനസഭയിലുള്ളൂ. ഇവിടെ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ തയ്യാറാണ് ഞാൻ. എപ്പോൾ വേണമെങ്കിലും നടത്താനും ഞാൻ തയ്യാറാണ്. അങ്ങനെ സഭകളുണ്ട്. അവർ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ. അതിന് അപ്പം കർത്താവ് വന്നാൽ പോകുമെന്ന് ചുരുക്കി പറഞ്ഞു അല്ലേ. പകലൊന്നും വരാൻ പാടില്ല. പോക്കാ വന്ന അതാത്ത ക്രിസ്ത്യൻ ജീവിതം ഒരിക്കലും അല്ല. സംതിങ് ഈസ് റോങ്. എവിടോ എന്തോ പെശകുണ്ട്. കൺട്രോൾഡ് ആൻഡ് ഗൈഡഡ് ബൈ ഹോളി സ്പിരിറ്റ്. അപ്പൊ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാണ്, ശ്രദ്ധിച്ചോ ഇനി, അതുകൊണ്ട്. ഏതുകൊണ്ട്? 5, 6, 7 അധ്യായങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് വായിച്ചോ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. കാരണം അടുത്ത ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിലൂടെ സ്വാതന്ത്ര്യം തന്നിരിക്കുക. I am controlled and guided by the Holy Spirit. അതുകൊണ്ടാണ് ക്രിസ്ത്യ ജീവിതം ഇത്രയും ആനന്ദപ്രദമെന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്രീ, സ്വാതന്ത്ര്യത്തിന്റെ ജീവിതമാണ്. ആകയാൽ ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള എൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരിക്കുന്നതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിനും ജഡത്തിനും ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രയും അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് നടക്കുക? ഞാനിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. ഇപ്പം ഞാൻ എങ്ങനെ നടക്കുന്നത്? ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. ഈ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവല്ല, പരിശുദ്ധാത്മാവാട്ടോ. ചിലരുടെ ആത്മാവ് ഏതാണെന്ന് തന്നെ സൂക്ഷിക്കണം അല്ലേ. നോക്കിക്കേ, now I walk. ഇപ്പോൾ ഞാൻ നടക്കുന്നത് എങ്ങനാ? ആത്മാവിനെ അനുസരിച്ച്. വാക്കിംഗ് in the Spirit and by the Spirit. ആത്മാവിലും ആത്മാവിനാലും. I am walking in the Spirit. I am walking by the Spirit. ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷകരമായൊരു ജീവിതമാണെന്നറിയാമോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. ആർക്കാ പ്രശ്നമില്ലാതെ? ഈ ജഡശരീര നമ്മുടെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന വീണ്ടെടുപ്പ് നമ്മുടെ ഈ ശരീരത്തിന് ലഭിക്കാത്തിടത്തോളം കാലം ഇവിടെ രോഗമുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ഒരു ദൈവകൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം I am controlled and guided by the Holy Spirit. I am walking in the Spirit. I am walking by the Spirit. ഇതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ എന്നാന്നറിയാമോ? ഹൃദയത്തിൽ ആരാകും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നേ? വസിക്കുന്നേ.
ഏത് വഴി പോകണോ, എങ്ങോട്ട് പോകണോ, അത് ചെയ്യണോ വേണോ ഒക്കെ എന്ത് ചെയ്യും ആത്മാവ് എനിക്ക് അതാത് സമയത്ത് എന്ത് തരും, വേണ്ട ഗൈഡൻസ് തരും. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചാലോ എന്ന് പറഞ്ഞുതരും. സോ ലൈഫ് ഈസ് ഈസി, ലൈഫ് ഈസ് വെരി ഈസി. ഇനി വല്ലതും പറ്റി കഴിഞ്ഞാൽ മൂപ്പരുടെ ഉത്തരവാദിത്തം. ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുത്തു, രോഗി അത്തെന്ന് വെച്ചാൽ ഡോക്ടർക്കാണ് കുഴപ്പം, നേരെ കമ്പനിക്കാണ് പ്രശ്നം. ഉണ്ടാക്കിയ കമ്പനിയുടെ ഉത്തരവാദിത്തം അത്. കേസ് നേരെ അങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത്. ക്രിസ്തു ജീവിതം എന്ന് പറയുന്ന അതാകും ഞാൻ. പക്ഷെ ഒരു കാലത്ത് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം. ന്യായപ്രമാണം തന്നിരിക്കുന്ന ഇതൊക്കെ ഒരു വലിയ ഭാരമായിട്ട് ഞാൻ കരുതിയിരുന്നതാണ്. എന്നാൽ ഞാൻ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഒരു പുതിയ മനുഷ്യനായി തീർന്നതോടുകൂടെ ദാറ്റ് ബിക്കെയിം വെരി ഈസി. ഓ, ശത്രുക്കളെയൊക്കെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം. എനിക്കിപ്പോൾ ശത്രു ഇല്ലല്ലോ. ഇപ്പോൾ എന്നെക്കുറിച്ച് ആരെങ്കിലും അപരാധം പറയുന്നത്, ഇന്ന് കർത്താവ് അവന്, ഇന്ന് ദൈവം അവന് കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ് അതാ, അവൻ ചെയ്തോട്ടുന്നേ. ഗോഡ് ബ്ലസ് യു ബ്രദർ, ദൈവം അനുഗ്രഹിക്കട്ടെ. തീരെ തയ്ക്കാൻ പറ്റില്ല. ഫോൺ വിളിച്ചാണോ ചീത്ത പറയുന്നത്? അവൻ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഗോഡ് ബ്ലസ് യു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് മുഴുവൻ ഇരുന്ന് കേട്ടിട്ടിരുന്ന് മോങ്ങുന്ന എന്തോത്തിനാ? താളം തെറ്റുന്നു എന്ന് കണ്ടപ്പോഴേ ഓഫ് ചെയ്യണ്ടായിരുന്നു. ഞാനിതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് അറിയാമോ? നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങൾ ശുശ്രൂഷയെ പ്രയോജനപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. കാര്യം എന്നാണെന്നറിയാമോ? ഹീസ് എ ന്യൂ ക്രീച്ചർ. അവനൊരു പുതിയ സൃഷ്ടിയാണ്. ഹി ഈസ് ലെഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്സ്. അവൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നവനാ. അവൻ ദൈവത്തോട് സമാധാനമുള്ളവനാ. അവൻ പാപസംബന്ധമായി ഈ മുൻ അധ്യായത്തെ മുഴുവൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാന്നറിയാമോ? കൊണ്ട് കെട്ടാം. എന്നിട്ട് ജഡത്തെ അല്ല, ആത്മാവിനെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? നമ്മൾ ജഡത്തെ അല്ല ഇപ്പം അനുസരിച്ച് നടക്കുന്നത്, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത്. ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കുമ്പോൾ ടെക്നിക്കലി എന്താ ഉണ്ടാകുന്നത്? ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മൾ നിവർത്തിക്കുക. ന്യായപ്രമാണത്തിൽ പറഞ്ഞത് മുഴുവൻ നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? നിവർത്തിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ കഥ ഓർമ്മയുണ്ടല്ലോ, അടുത്ത പറമ്പിൽ കയറരുത്. അപ്പോൾ ആത്മാവിനെ നാം അനുസരിച്ച് നടക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്തോ? നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛപ്രകാരമല്ല ഇപ്പം ജീവിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ടെക്നിക്കലി എന്തുവാ ചെയ്യുന്നേ? ന്യായപ്രമാണത്തിൽ എന്തു പറഞ്ഞോ അത് നമ്മൾ നിവർത്തിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ശിക്ഷിക്കാൻ യാതൊരു അവകാശമില്ല, നിവൃത്തിയില്ല. കാരണം ന്യായപ്രമാണത്തിൽ എന്തൊക്കെ പറഞ്ഞേക്കുന്നു അത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ചെയ്തേക്കുന്നു. എന്തോ ന്യായപ്രമാണം പറയുന്നത്? കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വിചരിക്കരുത്, എവറിത്തിങ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവ്. ന്യായപ്രമാണത്തിൽ എന്തൊക്കെ പറഞ്ഞോ അത് മുഴുവനും ഞാനിപ്പോൾ എന്ത് ചെയ്യുക? ചെയ്യുന്നു. കാരണം ഐ ആം വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്സ്. അപ്പൊ ന്യായപ്രമാണത്തെ ചൊവ്വയെ അനുസരിക്കുന്ന ആരാ? യഹൂദനല്ല, നീതീകരണം പ്രാപിച്ച നമ്മളാ, അവനല്ല. അതുകൊണ്ടാ നമ്മളെ ന്യായപ്രമാണത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നത് അറിയാമോ? വി ആർ നോട്ട് അണ്ടർ ദ ലോ എനിമോർ. നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. കാരണം ന്യായപ്രമാണത്തിൽ എന്തൊക്കെ പറഞ്ഞേക്കുന്നോ അത് മുഴുവനും നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുക. ഒമാലേഖനം നല്ല രസമാണ് പഠിക്കാനായിട്ട്, അതിനൊക്കെ രസമാണ് പഠിപ്പിക്കാനായിട്ട്. വായിച്ചോ അടുത്തത്. ജഡസ്വഭാവമുള്ളവര് ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവര് ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാനുണ്ട്. മനുഷ്യനെ വേദപുസ്തകം പല രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വേർതിരിക്കുന്നത്. പല പേരുകൾ അവന് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അല്ല. വേദപുസ്തകം മനുഷ്യരെ ഒരു ഭാഗത്ത് വിശ്വാസിയെ തന്നെ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആത്മീയരുടെ പോലെ അല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്,
ജഡീകരെന്ന പോലെ. അങ്ങനെ പറ്റിയേ? വിശ്വാസികളോടാ പറഞ്ഞേ. അപ്പൊ വിശ്വാസികളെ പല തട്ടായിട്ട് തിരിക്കാം നമുക്ക്. അതിൽ ഏത് തട്ടിലാണ് നിങ്ങൾ കിടക്കുന്നതെന്ന് നോക്കണം. ബിലീവേഴ്സാട്ടോ, ഇതെല്ലാം ബിലീവേഴ്സാണ്. പൗലോസ് പറയുന്നു, ഇവിടെ പറയുന്നു എന്തുവാ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. പിന്നെ അവിടെ തന്നെ പറയുന്നത് എന്തുവാ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരെ. പൗലോസ് വേറൊരു ഭാഗത്ത് ഒരു കൂടെ പറയുന്നു, പ്രാകൃതർ എന്ന് പറയുന്നുണ്ട് ചിലരെ. പ്രാകൃത മനുഷ്യൻ, ഇവരെക്കാണെല്ലാം കഷ്ടമാണ്. അതെ, അടുത്തത് മൃഗപ്രഭാവം എന്ന് പറഞ്ഞ വിശ്വാസികളെ അല്ല ഉദ്ദേശിക്കുന്നത്. അത് കേട്ടോ, അത് ലോവൻസിനെ കുറിച്ച്. തൽക്കാലം ഈ 3 കൂട്ടരിലേക്ക് ഒന്ന് നിൽക്കാം നമുക്ക്. അടുത്തതാരാ? ആത്മാവിനെ. അവനാണ് ആത്മീയൻ എന്ന് പറയുന്നത്. നമ്മൾ അവൻ ആത്മാവിനെ അനുസരിച്ചാ അവൻ ജീവിക്കുന്നത്. അവൻ്റെ പ്രതികരണം പോലും അങ്ങനെ ആയിരിക്കും. എന്നാൽ രണ്ടാമതൊരു കൂട്ടരന് അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഇപ്പോഴും അവരെ കൺട്രോൾ ചെയ്യുന്ന എന്തുവാ? ജഡമാ. കോപം, പ്രതികരിക്കുന്ന രീതി, വാശി, ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ കുറച്ച് കാര്യം പറയുന്നുണ്ടല്ലോ. ആരെ കുറിച്ചാണ് പറഞ്ഞേ? ലോകമനുഷ്യനെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത് കേട്ടോ, ഗലാത്യ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അവർ ജഡീകന്മാരാ. എങ്ങനാ പ്രതികരിക്കുകയെന്ന് അറിയത്തില്ല. എപ്പോഴാ എങ്ങനെ സംഗതിയൊക്കെ പെട്ടെന്നായിരിക്കും അവരുടെ കൈ പൊങ്ങുന്നത്. ഭാര്യയുടെ നേർക്കാണെങ്കിലും മക്കളുടെ നേരെയാണെങ്കിലും ഇപ്പോഴും അവരെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? അവരുടെ ജഡമാണ്. കോപം, ക്രോധം, ഈർഷ്യ, വാശി, പക, പിണക്കം. എൻ്റെ ചിലതിൻ്റെയൊക്കെ പക അങ്ങ് വിട്ട് കളയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? വിട്ട് കളയില്ല. മറക്കാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി വേറെ പുസ്തകമുണ്ട് ചിലർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അവർ പറയും ഇല്ലേ, എത്ര കറക്റ്റായിട്ട്. സഹോദരിമാരാണെങ്കിൽ ഡേറ്റ് ഉൾപ്പെടെ പറയും. ഡേറ്റിൻ്റെ കാര്യത്തിൽ അവർ വളരെ എക്സ്പേർട്ടാണ്. ഇന്നടുത്ത് ചെന്നപ്പം ഇന്ന ഷർട്ട് ഇട്ടുകൊണ്ട് സമയത്ത് ഇന്ന ആളാസ് ഇന്ന എന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നു. നമ്മളാ കാര്യം അന്നേ നമ്മുടെ തലേന്ന് പോയി അങ്ങ് വെച്ചിരിക്കുക. എന്താ ഇതെല്ലാം? അതനുസരിച്ചാണ് പിന്നെ ഇയാളോട് പ്രതികരിക്കുന്നത്. അതനുസരിച്ച് എൻ്റെ കുഞ്ഞ് അങ്ങ് വിട്ട് കള പോട്ട്. ഇനി പ്രാകൃതൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ഇവൻ എങ്ങനെയാ പ്രതികരിക്കുന്നത് നമുക്ക് പറയാൻ പോലുമില്ല. മറ്റേ ആൾ എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ എങ്കിലും ഉണ്ട്. ആരാ ഈ ജഡീകൻ പ്രതികരിക്കുന്നതിന് നമുക്കൊരു ഐഡിയ ഉണ്ട്. മറ്റോൻ പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ അവന് യാതൊരു ബോധവും പൊക്കണോ ഇല്ലാത്തതെന്ന് പറയുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞു, ഒരു ബോധവും പൊക്കണോ ഇല്ലാത്ത ഒക്കെ സാധനപ്പെട്ടതുവാ. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വാക്ക് ഇൻ ദ സ്പിരിറ്റ്സ്. ഒരു നല്ല പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെൻ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെൻറ്റ്സ്. എങ്ങനെ നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിത്വം നമുക്ക് വികസിപ്പിച്ചെടുക്കാമെന്ന അത് വെളിപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും.
ആത്മാവിനെ ഇവനെയാണ് ആത്മീകൻ എന്ന് പറയുന്നത്. ആരെയാ? ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ്റെ പേരാ ആത്മീയൻ. ഇവൻ്റെ പേരാണ് ജഡീകൻ. ഇവൻ്റെ പേരാണ് പ്രാകൃതൻ. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് സ്നാനപ്പെട്ട് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജഡത്തിൻ്റെ ഇച്ഛപ്രകാരം ജീവിക്കാൻ സാധിക്കത്തില്ല. കാരണം ദ ഹോളി സ്പിരിറ്റ് വിൽ വാൺ അസ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് എന്ത് ചെയ്തു തരും? മുന്നറിയിപ്പ് തന്നുകൊണ്ടേയിരിക്കും. നോ, യു ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. വായിക്കാം നമുക്കിനി 8-ാം വാക്യം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അതിന് കാരണം എന്നാ? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും തമ്മിൽ എതിരാകുന്നു. അത് തന്നെ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു. ഈ ലോകത്തിൻ്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നവന് ദൈവത്തിൻ്റെ സ്നേഹിതനായി ജീവിക്കാനായിട്ടൊക്കത്തില്ല. കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞ 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല? നീ ഒരു ദിവസം ഒരുത്തനെ പകച്ചിരിക്കും. ഒരുവനോട് പറ്റിച്ചത് ഒരു ദിവസം അത് വെളിപ്പെട്ടേ മതിയാകൂ, വെളിപ്പെട്ടിരിക്കും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനോട് പറയാ ജഡസ്വഭാവമുള്ള. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എന്നിൽ ഇപ്പോഴും ജഡസ്വഭാവത്തെയാണോ ഞാൻ വളർത്തി എടുക്കുന്നത്? Whom do you feed? നീ എന്തിനെയാണ് വളർത്തുന്നത്? നിന്നിൽ ദൈവസ്വഭാവമാണോ നീ വളർത്തുന്നത്, അതോ ജഡീകമായതാണോ നിന്നിൽ നീ വളർത്തിയെടുക്കുന്നത്? ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. 7-ാം വാക്യം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ക്ഷമിക്കണം, സഹിക്കണം, വഹിക്കണം, പൊറുക്കണം, വിട്ടുകൊടുക്കുക, പോട്ടെ. പക്ഷേ ജഡത്തിൻ്റെ ചിന്ത എന്നിൽ വളരുന്നതോടുകൂടെ അങ്ങനൊന്നും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ നാറ്റിച്ചിട്ടല്ലാണ്ട് ഞാനിവിടുന്ന് എന്ത് ചെയ്യില്ല, പോവില്ല. പറയാ എടി വല്ലവരും കേൾക്കും, പറയാം കേൾക്കട്ടെ 4 പേര്. വീട്ടിലൊരു പ്രശ്നമുണ്ടായ ഭർത്താവ് പറയും ഒന്ന് പതുക്കെ പറഞ്ഞേ, അയലൊക്കെക്കാർ കേൾക്കട്ടെ, താൻ ആരാന്നറിയട്ടെ. അറിഞ്ഞിട്ട് പിറ്റേ നാളെ വരണ്ടല്ലോ ആയതിന് എനിക്ക് വയറ്റ് വേനാന്ന് പറഞ്ഞ് കയറി കിടന്ന പ്രശ്നം തീർന്നില്ലേ? ഞങ്ങൾക്കത് പറ്റില്ലല്ലോ. പലരുടെയും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളായത്. എത്രയോ ദൈവദാസന്മാർ എന്നോട് വേദനയോട് പല കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഒറ്റ കിടപ്പാ. ഇയാൾ എൻ്റെ നിന്ന് പിന്നെയും പ്രസംഗിക്കണ്ടേ? ഇത്ര നല്ലവനാം പ്രിയനേ. അതാ പാടൻ്റെ പാട്ടാന്ന്. എങ്ങനെ പാടും? പാടിയല്ലേ പറ്റുള്ളൂ, തിരുവത്താഴം നടത്തിയല്ലേ പറ്റുള്ളൂ, ശുശ്രൂഷിച്ചല്ലേ പറ്റുള്ളൂ. എന്താ ഇവിടെ പറ്റിയ പ്രശ്നം? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡീക ചിന്ത എന്നിൽ വസിക്കുന്ന കാലത്തോളം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിൻ്റെ പ്രമാണത്തിന് എനിക്ക് കീഴ്പ്പെടാനായിട്ട് എന്ത് ചെയ്യത്തില്ല, കഴിയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്ന അവിടെ ജഡത്തിൻ്റെ ചിന്ത നമ്മളെ ഭരിക്കുക. എന്നിട്ട് വായിച്ചു ഇനി, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല.
നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാ. അപ്പം ഈ പറയുന്ന അന്യഭാഷയൊക്കെ ഒന്ന് എനിക്ക് അടുത്ത് വന്നൊന്ന് കേൾക്കേണ്ടി വരും. എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലായില്ല. എന്താ പറയുന്നവിടെ? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ അത്രേ. അതിന് യാതൊരു സംശയമില്ല. ഇത് ഒരു ഡിക്ലറേഷനാണ് പൗലോസിൻ്റെ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനുമല്ല. ഇവൻ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? ഒന്ന്, സംശയിക്കേണ്ടി വരുന്നു. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആരുടെ കാര്യത്തിലാണ് ഇതൊക്കെ ബാധകം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന്, ഇനി ജഡത്തിനല്ല കടക്കാര്. കാര്യം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക, നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കുക, നിങ്ങളുടെ അവയവങ്ങളെല്ലാം നീതിയുടെ അവയവങ്ങളായി സമർപ്പിക്കപ്പെട്ടിരിക്കുക. അവൻ്റെ ആത്മാവ് നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നുണ്ട്. ഇനി എന്തോ നിനക്ക് അവനോട് കടപ്പാടെന്തോല്ല? ഒന്നുമില്ലല്ലോ. യു ഹാവ് നോ ഒബ്ലിഗേഷൻ. നിനക്ക് ഒരു കടപ്പാടുമില്ല. മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ, അവിടെ ശരീരം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്ന ജഡമായി. ആക്ച്വലി ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആ ആ ആ ആ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടില്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അങ്ങനെ തന്നെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ഉള്ളിലൊരു ഞരക്കമുണ്ട്. എപ്പോഴാണ് എൻ്റെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും കൂടെ എനിക്ക് ലഭിക്കുന്നതെന്ന്. അപ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ പുത്രത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് ഗലാത്യ ലേഖനകാരൻ പറയുന്നത് എങ്ങനെയാ? അവകാശി സകലത്തിനും യജമാനനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ അവന് യാതൊരു മേന്മയില്ല. ഉദാഹരണം പറഞ്ഞുതരാം. എനിക്കൊരു 7 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരു കൊച്ചുണ്ടെന്ന് വിചാരിക്കേ. ഇല്ലട്ടോ, ഞങ്ങളൊന്നും പറഞ്ഞു പിടിച്ച് വിചാരിക്കേ. എൻ്റെ വീട്ടിൽ അവനുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ആർക്കുണ്ട്? അവിടുത്തെ വേലക്കാരിക്കുണ്ട്. എന്നെ അവകാശി ഇവനല്ലയോ? അവകാശി ആരാ? ഇവനാ.
പക്ഷെ അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒരു ഗുണമില്ല. അത് കാരണം ദാസന് അവനേക്കാൾ കൂടുതൽ എന്തുള്ളത്? അവകാശമുള്ളത്. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ പലരും ശൈശവാവസ്ഥയിലാണ് ഇപ്പോഴും. അതുകൊണ്ട് പ്രാപിക്കേണ്ടതൊന്നും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാപിക്കാൻ പറ്റുന്നില്ല. അത് പ്രാപിക്കണമെങ്കിൽ പത്രോസ് പറയുന്നു, ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ശിശുവിനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് രക്ഷയ്ക്കായിട്ട് വളർന്നാൽ നിങ്ങൾക്ക് ഈ അവകാശം നിങ്ങൾക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ ഇപ്പോൾ വിചാരിച്ചെന്ന് പറയണം. അത് അധികാരത്തെ ചോദ്യം ചെയ്യലല്ല, അധികാരത്തെ പ്രയോഗിക്കുക ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്നാ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത നമുക്ക് എന്നാ പ്രാപിക്കാൻ പോകുന്നത്? പൗലോസോട് പറയുക, നമ്മുടെ ഈ ശരീരവും കൂടെ വീണ്ടെടുക്കും. അഥവാ നമ്മുടെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോഴാണ് നാം അവനെ പോലെ സദൃശന്മാരായിത്തീരുന്നത്. അതുവരെ ഈ ബലഹീന ശരീരത്തിൽ, മർത്യമായ ശരീരത്തിൽ, പ്രാകൃത ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുന്നുണ്ടെങ്കിലും ജഡപ്രകാരമല്ല നമ്മൾ ജീവിക്കുന്നത്, ജഡീകരായിട്ടുമല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടല്ലേ ചിലർക്കൊക്കെ ഒരു പേരിട്ടേക്കണേ, വളരെ വലിയ ദൈവദൂതനാണ്. എന്താ കാരണം? അവൻ്റെ ജീവിതം ദൈവദൂതൻ്റെ തുല്യമാണ്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു കൊച്ചുണ്ട്. കൊച്ചെന്ന് പറഞ്ഞൊരു, അവന് ഒല്ലൂരിൽ നിന്നാണ് വരുന്നത്. അവന് നാട്ടുകാരെല്ലാം ഒല്ലൂർ മാലാകാന്ന് അവനെ വിളിച്ചിരുന്നത്. ഒല്ലൂർ മാലാകാന്ന് അവനെ വിളിക്കുക. കാരണം ആരുടെ കൂടെ ഒന്നും വഴക്കൂടാൻ പോകത്തില്ല, ചീത്ത പറയാൻ പോകത്തില്ല. അവനൊരു സ്പെഷ്യൽ ക്യാരക്ടറായിരുന്നു. പിൽക്കാലത്ത് അവൻ്റെ ഒരു അച്ഛനായി മാറി കേട്ടോ. അത് കൊച്ചുനാളിലെ അറിയായിരുന്നു ഇവൻ അച്ഛനാകുമെന്നുള്ളത്. രണ്ട് കൊച്ചിനെ സ്കൂളിൽ പഠിക്കുമ്പോഴേ അവനെ വിളിച്ചിരുന്നത് എങ്ങനെയാ, ദേ ഒല്ലൂർ മാലാക വരുന്നുണ്ടെന്നാ പറയുക. ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പോരാടുന്നത്. നമ്മൾ പോരാട്ടം മുഴുവൻ എന്നാൽ നിൻ്റെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ ഉള്ളൂ. ഇവിടെ 4 ദിവസത്തേക്ക് കഞ്ഞി വയ്ക്കുന്നില്ല അല്ലേ? സഹോദരന്മാരൊക്കെ വിചാരിച്ചാൽ എന്തെല്ലാം പണി ഏൽപ്പിക്കാൻ പറ്റുമെന്ന് അറിയാമോ? പക്ഷെ എന്നെ പോലുള്ളവരടുത്തൊന്നും ഉണ്ടാക്കത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്തോന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മുടെ പോരാട്ടം ഒരിക്കലും എന്ത് ചെയ്യുന്നതായിരിക്കരുത്, ജഡത്തിൽ നിന്നായിരിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെയാണോ? എല്ലാം ചെയ്തു കൊടുത്ത് വെച്ച് നീ എന്ത് ചെയ്യും, നീ ഉപസിച്ച് പ്രാർത്ഥിക്കുക. വീട്ടുകാർക്ക് വേണ്ടുന്ന എല്ലാം അങ്ങ് വെച്ചു കൊടുക്കുക. ഞാൻ ഒരു 7 ദിവസത്തേക്ക് ഉപവാസം, 7 ദിവസം വീട്ടുകാർക്ക് വേണ്ട നല്ല ആഹാരം മുഴുവൻ വെച്ചു കൊടുക്കും. അതിനു മുമ്പ് ദൈവം നിനക്ക് എന്ത് ചെയ്യുന്നറിയാമോ, ജയം തന്നിരിക്കും. അതിന് നമ്മളെന്തുവാ നേരെ തിരിച്ചാ. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ജഡപ്രകാരം എന്ത് ചെയ്യും? പോരാടും. നമ്മുടെ പോരാട്ടം ആത്മാവിലായിരിക്കണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല. നിന്നെ പള്ള പറയുന്ന ഒരുത്തനുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു ഒരു പാസ്റ്റർ. എപ്പോൾ നോക്കിയാലും എവിടെ ചെന്നാലും നമ്മളെക്കുറിച്ച് വേണ്ടാനെ പറയുന്നത്. ഞാനൊരു കാര്യം, ഇയാളെ വിളിച്ചൊരു ദിവസം ഇവിടെ പ്രസംഗിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടു. അതോട് പറഞ്ഞു, നമുക്ക് ആ പാസ്റ്ററെ നമുക്കൊന്ന് പ്രസംഗിക്കാൻ കൊണ്ടുവരണ്ടോ. ഇവിടെ എഴുന്നേറ്റ് എന്നെ ചീത്ത പറയാൻ പറ്റും? സഭയെയും ദൈവദാസനെയും ദർശനത്തെയും ഒക്കെ അങ്ങ് ഉയർത്തി, പിന്നെ ആ മനുഷ്യൻ ആയുസിൽ എന്ത് ചെയ്തിട്ടില്ല, പോകാൻ നേരത്ത് നല്ലൊരു കൈമുടക്കം കൊടുത്തേച്ചാവട്ടെ. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്ക്. അങ്ങനെ ചെയ്തു നോക്കിയേ. ഇനി 1-2 പേരെയും കൂടി എനിക്ക് കൊടുത്ത് കയറണം ആഗ്രഹമുണ്ട്. ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നവരെങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തുമല്ല, ജഡീകമല്ല. ഒരു തീരുമാനം എടുക്കാമോ? കർത്താവ്, ഞങ്ങൾ ജഡത്തിൽ ജീവിച്ചാലും
ജഡപ്രകാരം ഞങ്ങൾ എന്തില്ല, പോരാടില്ല. ജഡപ്രകാരം പോരാടത്തില്ല. ക്ഷമിക്കാൻ, വിട്ടുകളയാൻ, മനഃപൂർവ്വമായിട്ട്. ഗോഡ് ബ്ലസ്. ദൈവം അനുഗ്രഹിക്കുന്നത്. 23-ാം വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. ഈ ഞരക്കം ആരിൽ മാത്രമേ ഉള്ളൂ എന്നറിയാമോ? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ ഉള്ളൂ. അല്ലാത്തൊന്നുമില്ല. അവനെന്തോ ഞരക്കാം, അവനെ വരുക്കുക, അവന് ഞരക്കൊന്നുമില്ല. അടുത്തത്, ആ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്ന എന്തിന്? നാമോ കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കും. എന്തോ നമ്മൾ കാണാതെ? നമ്മുടെ പുത്രത്വത്തിന്റെ പൂർണ്ണതയാകുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അതാ എൻ്റെ പ്രത്യാശ. ഞാൻ അവനെ പോലെയായിരിക്കും. എൻ്റെ പ്രാകൃതമായ ശരീരമെല്ലാം മാറി ഞാൻ കർത്താവിനെ പോലെ ആയിത്തീരുന്നൊരു ദിവസമുണ്ട്. എല്ലാവരും പാട്ട്, പ്രാപഞ്ചികമാകും പ്രാകൃതം എല്ലാം മാറും, പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ അന്ന് പ്രാക്കൽ കണക്കെ പറന്ന് പ്രാപിക്കും ഞാൻ രൂപാന്തരം. അതൊരു വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. അത് കിട്ടാൻ വേണ്ടി അവിടെ ഉള്ളിൽ കിടന്ന് എന്ത് ചെയ്യുന്നേ? ഞരങ്ങ്. ആത്മാവെന്ന ആദ്യദാനം പ്രാപിച്ചിരിക്കുന്ന ഞാനും എൻ്റെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിക്കേണ്ടതിന് എൻ്റെ അകത്തൊരു ഞരക്കം. ആ ഞരങ്ങിയവനാണ് എഴുതിയത്, നോക്കി നോക്കി കൺകൾ മങ്ങിയിടുന്നേ, എപ്പോൾ വരുമെൻ പ്രാണപ്രിയ കണ്ടിടുവാൻ, എപ്പോൾ വരുമെൻ പ്രാണപ്രിയ കണ്ടിടുവാൻ. എൻ്റെ അവസാന ദിവസം, ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണപ്രിയ, ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണപ്രിയ, നാൾ തോറുമെനിക്കാശ്വാസമാ നീ മാത്രമേ. എല്ലാവരും കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ ഓടി പ്രാർത്ഥനാമുറിയിലേക്ക് ചെന്ന പാടുക, നാൾ തോറുമെനിക്കാശ്വാസമായി നീ മാത്രമേ. അകത്തൊരു ഞരക്കം. അധികം നാളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരത്തില്ല, അധികം നാളിങ്ങനെ പരിഹാസം സഹിക്കേണ്ടി വരത്തില്ല, അധികം നാളിങ്ങനെ വേദനിക്കേണ്ടി വരത്തില്ല. ഞാൻ അവനോട് സദൃശരാകുന്ന ഒരു ദിവസം വരുന്ന വാക്യം നമുക്ക് അവസാനിപ്പിക്കാം. എങ്കിലോ നാം അതിനായി അതിനടിവരയിടേണ്ട ഒരു വാക്ക്, അതിനായി കാത്തിരിക്കുകയല്ല, ക്ഷമയോടെ കാത്തിരിക്കുന്നു. കിട്ടും എനിക്കെന്നുള്ള ഉറപ്പോടെ. എന്തോ കിട്ടും? എൻ്റെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഞാൻ പ്രാപിക്കുമെന്നുള്ള ആ ഉറപ്പില് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.